തലസ്ഥാനത്തെ റോഡ് നിർമ്മാണ വിവാദത്തിൽ കടുത്ത അതൃപ്തിയുമായി CPM സംസ്ഥാന നേതൃത്വം. വിവാദത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഉയർന്ന വിമർശനത്തിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനെതിരെ CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനമുയർന്നു. പാർട്ടി ഭരിക്കുന്ന നഗരസഭയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നടപടി മുതിർന്ന നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം തന്നെ പുതുക്കിപ്പണിയുന്ന നടപടികൾ മുന്നോട്ടു പോകുന്നത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിശ്ചിതമായി നീണ്ടതോടെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള ആശങ്ക മുൻമന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ പങ്കുവച്ചിരുന്നു. എന്നാൽ കടകംപള്ളിയുടെ വിമർശനത്തെ തള്ളിയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് റോഡ് പണിയിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ മാറ്റിയതിൽ ചിലർക്ക് പൊള്ളലേറ്റു എന്ന പരാമർശം നടത്തി. ഇതോടെയാണ് ഭരണകക്ഷിയിൽ തന്നെ വിഷയത്തിൽ ഭിന്നതയുണ്ടെന്ന വിവരം പുറത്തുവരുന്നത്. CPM ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരെ കടുത്ത വിമർശനമുണ്ടായ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷവും വിഷയമേറ്റെടുത്തു. ഇതിനിടയിൽ ചേർന്ന CPM സംസ്ഥാന സമിതി റിയാസിന്റെ നടപടിയെ വിമർശിച്ചു. ജില്ലയിലെ CPM നേതാക്കൾക്ക് കരാറുകാരുമായി ദുരൂഹ ഇടപാടുണ്ടെന്ന ധ്വനിയോടെയുള്ള അപക്വമായ പ്രസംഗമാണ് റിയാസിന്റെ ഭാഗത്തുണ്ടായതെന്ന വിമർശനമാണ് നേതൃത്വം ഉയർത്തിയത്. ഇന്നിപ്പോൾ സമാന വിമർശനം കടകംപള്ളിക്കെതിരെയും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. വിവാദത്തിന് തിരികൊളുത്തിയത് കടകംപള്ളിയാണെന്ന് സംസ്ഥാന സമിതിയിൽ ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ചു. പാർട്ടി ഭരിക്കുന്ന നഗരസഭയെ പ്രതിക്കൂട്ടിൽ നിർത്തിയെന്നും മുതിർന്ന നേതാവിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത നടപടിയെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റും വിലയിരുത്തി. പ്രശ്നം അതീവ ഗൗരവമുള്ളതെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ റിപ്പോർട്ട്. എന്തായാലും വിമർശനം ആരുടെ ഭാഗത്തു നിന്നുമുണ്ടായാലും കൃത്യമായ പദ്ധതികളില്ലാതെ നടപ്പിലാക്കിയ റോഡ് പൊളിക്കൽ വലിയ യാത്രാ തടസ്സമാണ് സാധാരണ ജനങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.